الحمد لله واحد القهار غافر الذنب وقابل التوب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനും സർവ്വലോകനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ഔദാര്യമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ്, നമ്മുടെ നിലനിൽപ്പ് എല്ലാം. രാവും പകലുമായി ദിനരാത്രങ്ങളായി ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് ലഭിക്കുന്ന സുവർണ അവസരങ്ങളാണ് ഒഴിവ് വേളകൾ എന്നത്. സമയത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ടുന്നതാണ്. ഒരു അറബി കവി പാടിയിട്ടുള്ളത് ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യാ മഫ്സദ. മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുമെന്നതാണ്. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന് യൗവനം, രണ്ട് ഒഴിവ് സമയം, മൂന്ന് പണം. ഇത് മൂന്ന് കൂടി ഒരാൾക്ക് വന്നു ചേർന്നാൽ, യുവത്വ കാലമാണ്, ഇഷ്ടംപോലെ ഒഴിവ് സമയമുണ്ട്, കീശയിൽ പണമുണ്ട്, എങ്കിൽ നാശത്തിലേക്ക് നയിക്കപ്പെടാൻ വളരെ എളുപ്പമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സമയത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും വിശ്വാസികളിൽ ഏത് സന്ദർഭത്തിലും ഗൗരവത്തോടുകൂടി നിലനിൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറു മിനന്നാസ് അസ്ഫിഹാ വൽ ഫറാഖ്. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിതരാണ്, അഥവാ ആ വിഷയം ഗൗരവത്തോടുകൂടി കാണുന്നില്ല. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് ആരോഗ്യവും, രണ്ട് ഒഴിവ് സമയവുമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 ഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങൾ നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ശബാബക ഖബ്ല ഹറമിക്. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. 2 വസിഹതക ഖബ്ല സഖമിക്. രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഗൈനാക ഖബ്ല ഫഖരിക്. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിനക്ക് ലഭിച്ച ഐശ്വര്യം, സമ്പന്നത നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്. ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് ലഭിച്ച ഒഴിവുവേള അതിനെ നീ ഉപയോഗിക്കണം. വഹയാതക ഖബ്ല മൗതിക്. ഏറ്റവും പ്രധാനം, മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ആ ഉപയോഗപ്പെടുത്തലിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ദീനിയായ പഠനത്തിന്, മതപരമായ പഠനത്തിന് സമയം കണ്ടെത്തുക എന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി ഇഷ്ടംപോലെ ഒഴിവ് സമയം ലഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ആ സമയത്ത് 2 സമീപനങ്ങളാണ് രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വെച്ചു പുലർത്താറുള്ളത്. ഒന്ന്, പലപ്പോഴും വീടകങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആർത്തനാദങ്ങളുണ്ട്. പടച്ചോനെ,
ഈ ഏപ്രിൽ മെയ് കൂടി ക്ലാസ്സുള്ള ഏതെങ്കിലും സ്കൂളുണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്ന് മക്കളുടെ വികൃതികളും അവരുടെ ബാലാരിഷ്ടതകളും സഹിക്കാൻ കഴിയാതെ ചില ഉമ്മമാര് പ്രത്യേകിച്ച് വീടകങ്ങളിൽ നിന്ന് മുറവിളി കൂട്ടുന്നത് കേൾക്കാം. അതുപോലെ തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ അമിതമായ ഭാരങ്ങൾ ഏൽപ്പിച്ച് ഒരു വിശ്രമത്തിന് പോലും അവസരം നൽകാതെ ഉപയോഗപ്പെടുത്തുന്ന ഈ രണ്ട് സമീപനങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് കുട്ടികളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. 10 മാസം ഔപചാരികമായ പഠനത്തിന്റെ തിരക്കിലായിരുന്നു അവരും. ആ തിരക്കുകൾ കഴിഞ്ഞ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒഴിവ് വേളയാണ്. ആ ഒഴിവ് വേളയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാക്കാനുള്ള മാനസികാവസ്ഥയാണ് സ്വാഭാവികമായി മക്കളിൽ ഉണ്ടാവുക. രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 10 മാസം അവർ വിശ്രമമില്ലാത്ത അധ്വാനങ്ങളിലായിരുന്നു. ഇപ്പോൾ അവരെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അഥവാ ഈ കഴിഞ്ഞ 10 മാസങ്ങളിലെ തിരക്കുകളിൽ നിന്ന് മാറി അവരുമായി കൂടുതൽ സമയം പങ്കുവെക്കാനും ജീവിതത്തിൽ പലതും അവരിലേക്ക് പകർന്നു ലഭിക്കാനും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 10 മാസക്കാലം ട്യൂഷനുകളുടെ, സ്പെഷ്യൽ ക്ലാസുകളുടെ, സ്കൂളിലെ പരീക്ഷകളുടെ തിരക്കുകളിലായിരുന്നവർ. അതിൽ പ്രധാനമായുമുള്ളത് ഭൗതിക പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിന് വെളിച്ചമാകേണ്ടത് 10th കഴിഞ്ഞാൽ 12th കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ളത് സ്വയം തെരഞ്ഞെടുപ്പിൻ്റെതായ മേഖലകളിലേക്കാണ്. പക്വതയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അവിടെ താളക്രമങ്ങൾ വരാൻ, മുന്നോട്ട് വെക്കുന്ന കാലുകൾ പിഴച്ചു പോകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഫൗണ്ടേഷൻ നന്നാകണം. ആ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ശരിയാക്കിയെടുക്കേണ്ടത്? ഈ ലഭിച്ചിരിക്കുന്ന ഒഴിവ് കാലത്തിലൂടെയാണ്. അതിനാവശ്യം മതപരമായ ആത്മീയമായ വെളിച്ചം അവർക്ക് പകർന്നു നൽകാനുള്ള അവസരങ്ങളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുക എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും വിജയവും എവിടെയാണ്? മതപരമായ അറിവ് അയാൾക്ക് എത്രത്തോളം ഉണ്ട് എന്നതാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന് നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ കൂടുതൽ അവഗാഹമുള്ളവനാകും, ദീനീ വിജ്ഞാനത്തിൽ കൂടുതൽ ആഴത്തിൽ അറിവുള്ളവനാക്കി മാറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞതിന്റെ കൂടെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ യഖൂൽ ഇഅ്മലൂ ബിതാഅത്തില്ലാഹ്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കാൻ അവരെ ആ കാര്യത്തിൽ പ്രവർത്തനത്തിന് അവരെ പ്രേരിപ്പിക്കണം. വത്തഖൂ മആസില്ലാഹ്, അള്ളാഹുവിന്റെ പരിധികൾ, റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്നു, അതിൽ സൂക്ഷ്മത ഉണ്ടാകണം. അതുപോലെ വഅ്മുറു അഹ്ലീകും ബിദ്ദിക്രി യുനജ്ജിക്കുമുല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന ദൈവിക ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവരിൽ വളർത്തിയെടുക്കുക എന്നതൊക്കെയാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നതിന്റെ വിവക്ഷ. അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ യഖൂൽ അദ്ദിബൂഹും വഅല്ലിമൂ. 2 കാര്യങ്ങളാണ്. ഒന്ന്, അദബ് അവരെ പഠിപ്പിക്കുക എന്നതാണ്. 2, ഇൽമ അവർക്ക് പകർന്നു നൽകുക എന്നതാണ്. അഥവാ എഡ്യൂക്കേഷനും കൾച്ചറും എന്ന് പറയും. ഈ 2 കാര്യങ്ങൾ പരസ്പര ബന്ധിതമാണ്. എഡ്യൂക്കേഷന്റെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കും, പക്ഷേ കൾച്ചറിന്റെ കാര്യത്തിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പോകുന്നു എന്നതുകൊണ്ടാണ് മക്കളുടെ പേരിൽ അല്ലെങ്കിൽ ജൻസിയുടെ പേരിലൊക്കെ പലപ്പോഴും നമുക്ക് ദുഃഖിതരായി മാറേണ്ടി വരുന്നത്. ഇവിടെ അദബ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാം വിജ്ഞാനത്തിന്റെ അറിവിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു പ്രയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കും. അദബ് അഥവാ ശീലങ്ങൾ ഉത്തമമായ രൂപത്തിൽ അവർക്ക് നൽകുക എന്നുള്ളത്. നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക, മുതിർന്നവരോടുള്ള ബഹുമാനം, ചെറിയവരോടുള്ള കാരുണ്യം, സംസാരത്തിലെ സത്യസന്ധത, പെരുമാറ്റത്തിലെ ഉത്തമമായ ശീലങ്ങൾ, ഇതൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇബ്നുൽ മുബാറക് റഹിമുല്ലാ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഇൽമ്. നമ്മുടെ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് അറിവിനേക്കാളും അല്പം ഒരു മര്യാദ കൂടി ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. കാരണം അറിവിനുള്ള
വാതായനങ്ങൾ പ്രത്യേകിച്ച് IT യുഗത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിന് പരിധിയില്ലാത്ത നിലക്ക് വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തഅദീബിന്റെ അദബിന്റെ വാതിലുകൾ ആ നിലക്ക് വേണ്ടത്ര കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് വിജ്ഞാനം എന്നതിനേക്കാളും ഉപരിയായിക്കൊണ്ട് അദബിന്റെ വിഷയത്തിലേക്ക് കൂടുതൽ ഗൗരവതരമായ സമീപനങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഇവിടെ വലിയ റോള് നിർവഹിക്കാനുള്ളത് തീർച്ചയായും രക്ഷിതാക്കൾക്കാണ്. 10 മാസം നമ്മൾ അവരെ അധ്യാപകരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കിടയിൽ നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അറിവിന്റെ വിവിധ മേഖലകളിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് സാമീപ്യം ഏറ്റവും കൂടുതലായുള്ളത് നമ്മളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കാലം, അവധിക്കാലം, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അവരെ കേൾക്കുക എന്നതാണ്. കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് പുതിയ തലമുറയ്ക്ക് ഇന്ന് വലിയ നഷ്ടമായിട്ടുള്ളത്. വിദ്യാലയം വിട്ടു വന്നാൽ ഉമ്മയോട് ഉപ്പയോട് അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നില്ല. ഈ അവധിക്കാലത്തെങ്കിലും അല്പസമയം കുട്ടികളെ കേൾക്കാൻ, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, ജീവിതത്തിൽ അവരുടെ താല്പര്യങ്ങൾ എന്ത് എന്നുള്ളത് തിരിച്ചറിയാനൊക്കെയുള്ള സമയം അവർക്ക് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു. ഒരു സമൂഹത്തിന്റെ സംസ്കരണത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അവിടുന്ന് ഉപജീവനത്തിന് വേണ്ടി കച്ചവടങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ സൈന്യങ്ങളെ നയിക്കേണ്ടി വന്നു, ഹിജ്റ നടത്തേണ്ടി വന്നു. ഒരു സമൂഹത്തെ സംസ്കരിച്ചു കൊണ്ടുവരിക എന്ന തഅലീമിന്റെയും തഅദീബിന്റെയും വലിയൊരു റോൾ അവിടേക്ക് നിർവഹിക്കേണ്ടി വന്നു. പക്ഷെ ആ തിരക്കുകൾക്കൊക്കെ ഇടയിലാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും കൂടെ കളിക്കാൻ സമയം കണ്ടെത്തുന്നത്, ചുമലിലിരുത്തി ആന കളിക്കാൻ സമയം കണ്ടെത്തുന്നത്, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സംസ്കരണത്തിന്റെ പാഠങ്ങൾ അവർ കോതിക്കൊടുക്കുന്നത്. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ കുഞ്ഞിനോട് മോനെ ബിസ്മി ചൊല്ലണം, ഭക്ഷിക്കുമ്പോ വലത്തതുകൊണ്ട് തിന്നണം, നിന്റെ ഭാഗത്ത് നിന്നുള്ളത് ഭക്ഷിക്കണം. തീന്മേശയിലെ മൂല്യങ്ങൾ പോലും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള പിഞ്ചു കുഞ്ഞിലേക്ക് പോലും പകർന്നു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമിന്റെ ചുമരുകൾക്കപ്പുറം വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സംസ്കരണത്തിന്റെയും അധ്യാപനത്തിന്റെയും വലിയ ഒരു വാതിലാണ് ഈ അവധിക്കാലത്തിലൂടെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പാഠങ്ങൾ നിരവധിയാണ്. അത് എവിടുന്നാ കിട്ടേണ്ടത്? പ്രായോഗിക പരിജ്ഞാനമുള്ള നമ്മളിൽ നിന്നാണ്. അവരുടെ തലമുറയിൽ അവരുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിം ഏജിലുള്ളവരാണ്. അവരുടെ അതേ ജീവിത അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ രക്ഷിതാക്കൾ അങ്ങനെയല്ല. ജീവിതത്തിലെ പാഠങ്ങൾ പ്രായോഗിക ജീവിതത്തിലൂടെ പഠിച്ചവരാണ്. അവിടെയാണ് അറിവുകൾ പകർന്നു കൊടുക്കുന്നിടത്ത് ഈ അനുഭവ പാഠങ്ങളുടെ പ്രാധാന്യമുണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ, അവരുടെ കൂടെ യാത്രകൾ നടത്താൻ, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ, ഇതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കൊച്ചുകുട്ടികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് സംസാരിക്കുമായിരുന്നു, സലാം പറയുമായിരുന്നു. കർക്കശമായി അവരോട് പെരുമാറുന്നതിന് പകരം സ്നേഹപൂർണമായ പെരുമാറ്റത്തിന്റെ മാതൃകയാണ് വഫാത്താകുന്ന ഘട്ടത്തിൽ പോലും മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായെ സമീപത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ച് ഉപദേശം നൽകുന്ന നമ്മുടെ നേതാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മാതൃക. പിഞ്ചു കുഞ്ഞുങ്ങളെ വാത്സല്യപൂർവ്വം ചുംബിച്ചപ്പോ കടന്നു വന്ന അഅറാബി, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്നേ വരെ എന്റെ മക്കളെ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ലാ യർഹമു മൻ ലാ യർഹമു ലാ യുർഹം, കരുണ നൽകാത്തവന് കരുണ ലഭിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅറാബിയോട് പറഞ്ഞ മാതൃക. നിനക്ക് കരുണ കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കരുണ മറ്റുള്ളവരോട് കാണിക്കണം എന്നുള്ളതാണ്. മറ്റു ചില റിവായത്തിൽ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം നീക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതികരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. പരിഗണിക്കുക എന്നതും കുട്ടികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ആ പരിഗണന ഓരോ പ്രായ വ്യത്യാസത്തിനനുസരിച്ച് മാതാപിതാക്കളിൽ നിന്ന് അവർ തേടുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉമ്മയുടെ ഉപ്പയുടെ പരിഗണന തേടുന്ന വിധത്തിലല്ല ടീനേജിലെത്തുമുണ്ടാകും. ഓരോന്നും പ്രായത്തിനനുസരിച്ച് മാറ്റമുണ്ടാകും. പക്ഷെ ഏതു പ്രായത്തിലും ആവശ്യമായ പരിഗണന അവർക്ക് നൽകുക എന്നത് വളരെ
വളരെ പ്രധാനമാണ്. ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊക്കെ എത്ര ശ്രദ്ധ കാണിച്ചു എന്നത് ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞാൻ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അല്പം പാൽ ലഭിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം അത് വലതുഭാഗത്തുകൂടി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു സുന്നത്താണ്. ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു വസ്തു കൈമാറുമ്പോൾ വലതുഭാഗത്തുകൂടി കൊടുക്കുക. റസൂലിന്റെ വലതുഭാഗത്തിരിക്കുന്നത് കുട്ടിയായ ഞാനാണ്, ഇടതുഭാഗത്ത് മുതിർന്ന പ്രായമുള്ള ഏറെ ആളുകളുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ആദ്യം എന്റെ കയ്യിലാണ് തരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അനുമതി ചോദിച്ചു. ഇബ്നു അബ്ബാസ്, ഞാനിത് മുതിർന്ന ആളുകൾക്ക് അഥവാ ഇടതുഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കട്ടെ? കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അള്ളാന്റെ റസൂലെ, പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങയിൽ നിന്നുള്ള എന്റെ വിഹിതം മറ്റൊരാൾക്ക് നൽകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ലഭിക്കേണ്ടുന്ന അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. എന്നാ വലതുഭാഗത്ത് കൂടി കുട്ടിത്തത്തെ പരിഗണിച്ചു എന്നുള്ളതാണ്. കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വീട്ടിൽ കേവലം ഉപദേശകർ മാത്രമായി മാറുകയാണ്. ഉപദേശം കുട്ടികൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അവർ പറയാൻ തുടങ്ങും, കണ്ടില്ലേ, കേട്ടില്ലേ, എത്ര നേരമായി ഇത് തുടങ്ങിയിട്ട്, ഒന്ന് വായ അടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നു എന്ന നിലക്കാണ് പലപ്പോഴും കുട്ടികൾ ചിന്തിക്കും. പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപദേശം അവർക്ക് ഇഷ്ടമില്ല എന്നത്. അവിടെ ആവശ്യം എന്താണ്? കോപ്പി ചെയ്യാൻ, പകർത്താൻ സാധ്യമാകുന്ന നിലക്ക് പ്രവൃത്തിയിലും വാക്കിലും നമ്മൾ അവരുടെ മുമ്പിൽ മാതൃകയാകാം. കാരണം ഇമിറ്റേഷൻ എന്നുള്ളത് കുട്ടിത്തത്തിന്റെ പ്രത്യേകതയാണ്. അനുകരിക്കാനുള്ള ശ്രമം. അങ്ങനെ അനുകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും വലിയ മാതൃകയാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ഈ പ്രായവ്യത്യാസത്തിനനുസരിച്ച് അനുകരണത്തിന്റെ രീതികളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൂ. ഒരു വാക്ക് കേട്ട് അതിനെ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഒരു പ്രവൃത്തി കണ്ട് അനുകരിക്കുന്നതിലാണ് മനഃശാസ്ത്രപരമായി തന്നെ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മോനെ നിസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് നമസ്കാരം ആരംഭിക്കുന്ന ഉമ്മയെ ഉപ്പയെ കാണുന്ന കുട്ടിയിൽ ആ ശീലം ഉണ്ടാകും. മോനയുടെ ഖുർആനെടുത്ത് ഓത്, ഒഴിവ് സമയമല്ലേ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം ആദ്യം നമ്മൾ ഖുർആനെടുത്ത് ഓതി ആ മാതൃക കാണിച്ചു കൊടുക്കലാണ്. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലിമു ഔലാദക്കും അസ്ദിഖ് ബിൽ ഖൗൽ വൽ ഫിഅൽ ഫഇദാ ഹദ്ദസ്തുമുഹും ഫലാ തക്ദിബു അലൈഹിം വഇദാ വഅഅതുമുഹും ഫലാ തുഖ്ലിഫു വഅദക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മക്കളെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം. എങ്ങനെ? അത് വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും. വാക്കുകൊണ്ട് മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ അവരുടെ മുമ്പിൽ സത്യസന്ധത കാണിക്കണം. സംസാരിക്കുമ്പോൾ നിങ്ങൾ കളവ് പറയരുത്. വാഗ്ദാനം നിങ്ങൾ നടത്തിയാൽ നിങ്ങളത് ലംഘിക്കരുത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് പരമാവധി വാഗ്ദാനങ്ങൾ നൽകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വാഗ്ദാനങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവർ കണ്ടീഷൻഡായി മാറും. ളുഹർ നിസ്കരിച്ചാൽ 50 ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞാൽ അസറിന്റെ നേരമാകുമ്പോൾ കുട്ടി ചോദിക്കും 100 ഉറുപ്പ്യ തരുമോ? എങ്കിൽ ഞാൻ നിസ്കരിച്ചോളാം. കാരണം കുട്ടി കണ്ടീഷൻഡായി മാറും. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകി ശീലിപ്പിക്കരുത്. അതിനു പകരം സമ്മാനങ്ങൾ കൊടുക്കുക. നല്ലത് ചെയ്താൽ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുക. അത് സ്നേഹം വർദ്ധിക്കാനും കുട്ടികളിൽ നന്മ വളർന്നു വരാനും കാരണമായി തീരും. ഉത്ബത്ത് ഇബ്നു അബീ സുഫിയാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നീ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ലയകുൻ അവ്വലു ഇസ്ലാഹുക ലി വലദിക ഇസ്ലാഹുക ലി നഫ്സിക. നിന്റെ കുട്ടിയെ നന്നാക്കാനുള്ള ശ്രമത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയല് നീ നന്നാകലാണ് എന്നുള്ളതാണ്. കാരണം ഫഇന്ന ഉയൂനഹും മഅഖൂദത്തും ബിക. കുട്ടിയുടെ കണ്ണുകൾ നിന്നിൽ ബന്ധിക്കപ്പെട്ടതാണ്. ഓരോ നിമിഷത്തിലും മക്കൾ മാതാപിതാക്കളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടി നന്നാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? നീ നിന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൽ ഹുസ്നു ഇൻദഹും മാ സനഅത. നീ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടിയുടെ മനസ്സിൽ നന്മ. ഉപ്പ എന്ത് പ്രവർത്തിച്ചോ ഉമ്മ എന്ത് പ്രവർത്തിച്ചോ അത് നല്ലതാണ് എന്നാണ് കുട്ടി മനസ്സിലാക്കുക. വൽ ഖബീഹു ഇൻദഹും മാ തറക്ത. നീ ചെയ്യാതെ എന്താണ് ഒഴിവാക്കിയത് അതാണ് കുട്ടിയുടെ മനസ്സിൽ തിന്മ. അങ്ങനെ കോപ്പി ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന, കന്നിമാസത്തിലെ പാകപ്പെടുത്തപ്പെട്ട നെൽവയലു പോലെ ഏത് വിത്ത് വീണാലും മുളച്ചു വളരാൻ സാധ്യതയുള്ള ആ ബാല മനസ്സിലേക്ക്, പിഞ്ചു മനസ്സിലേക്ക് പകർത്തപ്പെടുന്നത്, വിതക്കപ്പെടുന്നത് നന്മയുടെ വിത്തുകളാകണം എന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇന്ന് വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ്. അതുകൊണ്ട് ആ വിഷയത്തിലും വളരെ കൃത്യമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ
കാണുന്നതിനേക്കാളും അപ്പുറത്തുള്ള ലോകം കാണുന്നവരാണ് കുട്ടികൾ. പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയാലാണ് മക്കളുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ടിയിരുന്നതെങ്കിൽ ഇന്ന് വാതിലടച്ചകത്തിരുന്നാലാണ് കൂടുതൽ പേടിക്കേണ്ടത് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയേറെ പരിധിയില്ലാത്തൊരു ലോകം അവരുടെ വിരൽ തുമ്പിന് മുമ്പിൽ തുറക്കപ്പെടുന്നു. ഏത് വൃത്തികേടിലേക്കും വഴുതിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ട് നിയന്ത്രണം ആ വിഷയത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒഴിവു സമയത്തിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട മക്കളെ വളരെ ശ്രദ്ധിക്കുക. കൂടുതൽ അറിവുകൾ നേടാൻ, പ്രായോഗിക ജ്ഞാനങ്ങൾ നേടാൻ ഈ സന്ദർഭങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅമഖതുർ റജുലു അൻ അറാഹു ഫാരിഗൻ ലൈസ ഫീ ഷൈഇൻ മിൻ അമലി ദുനിയ വല അമലിൽ ആഖിറ. ഒന്നുകിൽ ദുനിയാവിൽ ഉപകാരം കിട്ടുന്ന ഒരു പണി, അല്ലെങ്കിൽ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന ഒരു പണി. ഇത് രണ്ടും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരാളോട് എനിക്ക് അങ്ങേറ്റം ദേഷ്യമാണ്. ഒന്നുകിൽ ചെയ്യുന്ന പണി ദുനിയാവിലൊരു ഉപകാരമുള്ളതാണ്, അല്ലെങ്കിൽ ആഖിറത്തിൽ ഉപകാരമുള്ളത്. ഇത് രണ്ടും അല്ലാത്തതിനു വേണ്ടി തന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന ആളുണ്ടല്ലോ, അവരോട് വലിയ വെറുപ്പാണ് എനിക്ക് എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അനുഗ്രഹീതമായ സമയം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ് കുട്ടികളുടെ ഇന്റലിജൻസ്, അവരുടെ ബൗദ്ധിക വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന് അവരുടെ വെർബൽ ഇന്റലിജൻസ് ആണ്, അഥവാ കമ്മ്യൂണിക്കേഷനാണ്, ഭാഷാപരമായ വികാസം. ഭാഷാപരമായ വികാസത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം വായനയാണ്. പുതിയ തലമുറയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും ആ ഗുണമാണ്. കാരണം ബുക്ക് റീഡിങ്ങിനേക്കാളും അവർ ഇന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് സ്ക്രീൻ റീഡിങ്ങിലാണ്. ആ സ്ക്രീൻ റീഡിംഗ് ആകട്ടെ പരിധികളുള്ളതുമാണ്. അതുകൊണ്ട് പുസ്തക വായനയിലേക്ക് നേരത്തെയുള്ള 10 മാസക്കാലത്തെ തിരക്ക് പിടിച്ച ക്യാമ്പസ് ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് ഒഴിവ് ലഭിക്കുന്ന ഈ സമയം പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ, പുസ്തകാലയങ്ങൾ അവരെയുമായി കൊണ്ട് സന്ദർശിക്കാൻ, പുസ്തകങ്ങൾ അവർക്ക് നൽകി വായിച്ചു കഴിഞ്ഞാൽ പാരിതോഷികങ്ങൾ നൽകാൻ, അങ്ങനെ വായനയുടെ, കമ്മ്യൂണിക്കേഷന്റെ, വെർബൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന്റെ തലം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. രണ്ടാമത്തേത് സോഷ്യൽ ഇന്റലിജൻസ് ആണ്. പുതിയ തലമുറക്ക് നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ ഒരു മേഖലയാണ്. അഥവാ സാമൂഹിക ബന്ധങ്ങൾ ശക്തമാക്കാൻ, എന്റെ ഉപ്പയുടെ ബന്ധുക്കൾ ആരാണ്, ഉമ്മയുടെ ബന്ധുക്കൾ ആരാണ്, അവരുമായി ഞാൻ എങ്ങനെ ബന്ധം സ്ഥാപിക്കണം, അതിനെന്ത് വേണം? യാത്രകൾ നടത്തണം. ഈ ഒഴിവു ദിനങ്ങൾ അവരുടെ വീടുകൾ സന്ദർശിച്ച് ഇത് ഇന്ന ബന്ധുക്കമാണ് നമ്മൾ ഇവരുമായിട്ടുള്ളത് എന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുമായി ആശയവിനിമയത്തിന്റെ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു കൊടുക്കണം. മൂന്നാമത്തേത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്നിക്കൽ ഇന്റലിജൻസ്, അഥവാ അവരുടെ വ്യത്യസ്തമായ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും വികസിപ്പിച്ചെടുക്കാനുള്ള സമയമാണിത്. കമ്പ്യൂട്ടർ സെന്ററുകൾ, ആധുനികമായ AI സംവിധാനങ്ങൾ, അവിടേക്കൊക്കെ നമ്മുടെ മക്കൾ എത്തണം. ആ മേഖലകളിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കാനുള്ള അവസരമായിട്ടും അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പൂർവോപരി ആരാധനകളുള്ള പ്രോത്സാഹനമാണ്. വിദ്യാലയ സമയത്ത് കാലഘട്ടത്തിൽ പലപ്പോഴും ളുഹർ നമസ്കാരമൊക്കെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ഇപ്പോൾ അവർ വീട്ടിലുണ്ടെങ്കിൽ കൂടെ കൂട്ടി പള്ളിയിലേക്ക് കൊണ്ടുവരിക, ഇബാദത്തുകളിൽ നിഷ്ഠയുള്ളവരാക്കി അവരെ മാറ്റുക. നമസ്കാരത്തിന്റെ സമയം, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ വിഷയം, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെല്ലാം പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഈ അവധിക്കാല 2 മാസം കൊണ്ട് ഇത്ര ജുസ് ഉപ്പാന്റെ കുട്ടിക്ക് ഉമ്മാന്റെ കുട്ടിയൊന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഇന്ന സമ്മാനം ഉപ്പാന്റെ വകയായിട്ടുണ്ടാകും എന്നവയ്ക്ക് നിന്നുള്ള പ്രോമിസുകൾ നൽകുന്നതിലുപരി അവർക്ക് ഗിഫ്റ്റുകൾ നൽകി അത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അങ്ങനെ ഉപകാരപ്പെടുന്ന പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അവധിക്കാലമായി മക്കളുടെ ഈ അവധിക്കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളും അവരുടെ കൂടെ സമയം വിനിയോഗിച്ചുകൊണ്ട് ഒരാഘോഷത്തിന്റെ, ജീവിതത്തിലെ തിരക്കുകൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടക്ക് മനസ്സിന് ആനന്ദം ലഭിക്കുന്ന കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആത്മീയമായ, മതപരമായ ഒരു വളർച്ചക്ക്, സ്വന്തത്തിന്റെയും കുട്ടികളുടെയും ദീനിയായ ഒരു ഉന്നമനത്തിനുള്ള ഒരു സുവർണവസരമായി ലഭിച്ച ഈ മധ്യവേനൽ അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ നാഥൻ ഇൽമിനെ സ്നേഹിക്കുന്ന സന്താനങ്ങൾ, ഇണകൾ കൺകുളിർമയായി മാറുന്ന സൗഭാഗ്യവാന്മാരായ അല്ലാഹുവിന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധമാക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന കാര്യത്തിൽ നമ്മൾ സ്വയം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മുടെ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് കൗമാരത്തിന്റെ ടീനേജിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വഴിതെറ്റാനുള്ള സാധ്യത അവരുടെ ബന്ധങ്ങളാണ്, കൂട്ടുകെട്ടുകളാണ്. ഒഴിവ് കാലമാണ്. പലപ്പോഴും പല രക്ഷിതാക്കളോടും മക്കൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു മറുപടി അല്ലാതെ എങ്ങോട്ട് പോയി എന്നതോ അവരാരുമായി ബന്ധപ്പെടുന്നു എന്നതോ ഒന്നും പലപ്പോഴും കൃത്യമായൊരു ധാരണയുണ്ടാകാറില്ല. ഒരു യാത്രയാകാം, ഒരു കൂട്ടുകൂടലാകാം, ഒന്നിച്ചുള്ള ഒരു ചെറിയ ഏതാനും നിമിഷങ്ങളിലെ പങ്കുവെക്കലാകാം ജീവിതത്തിൽ പല തിന്മകൾക്കും ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കാരണമായി തീരുന്നു. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ. എവിടെ നിന്നായിരുന്നു തുടക്കം എന്ന് ചോദിച്ചാൽ സ്കൂൾ അടച്ച സമയത്ത് സുഹൃത്തുക്കൾ ചേർന്ന് നിർബന്ധപൂർവം എന്റെ വായിലേക്ക് ഒഴിച്ചു, അതായിരുന്നു ആദ്യത്തെ തുള്ളി എന്ന് പറയുന്ന. അന്നത്തെ ടൂറിൽ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ചു, അതായിരുന്നു ആദ്യത്തെ അനുഭവം എന്ന് പറയുന്ന അഡിക്റ്റഡായി മാറിയ നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ വിഷയത്തിലും ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് സൗഹൃദ ബന്ധങ്ങൾ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 27-28 വചനങ്ങളാണ് തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്തത്. പരലോകത്ത് എത്തുമ്പോഴുണ്ടാകുന്ന ഏറ്റവും ദുഃഖപൂർണമായ ഒരവസ്ഥ. വയൗമ യഅളു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല. വിരലുകൾ കടിക്കുന്ന അഥവാ നിരാശയുടെ പരമകാഷ്ഠയിൽ ഒരു മനുഷ്യൻ എത്തുന്ന ഘട്ടം. അപ്പൊ അവൻ പറയുന്നത് എന്താ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്റെ കഷ്ടമേ, ഞാൻ ഇന്നയാളെ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നത്. ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത് നമ്മുടെ പിയർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദ ബന്ധങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമായിട്ടുള്ള സന്ദർഭം. നമ്മുടെ കുട്ടികൾ ആരുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത്, അവരെന്താണ് പങ്കുവെക്കുന്നത് എന്നുള്ളത്, ഈ വിഷയത്തിലെല്ലാം അങ്ങേയറ്റത്തെ ശ്രദ്ധ ആവശ്യമായ സന്ദർഭമാണ്. ചുരുക്കത്തിൽ ഒഴിവുകാലത്തെ, അവധിക്കാലത്തെ ഇസ്ലാമികമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിലെല്ലാവരും ചേർന്ന് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക. കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ഖുർആൻ ഹദീസ് പഠന ക്ലാസുകളിലേക്ക് പോകുന്ന രീതി നമ്മൾ നടപ്പാക്കുക. മക്കളെയും കൂട്ടിക്കൊണ്ട് ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ പ്രകൃതിയെ അറിയാൻ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യങ്ങളും സൗന്ദര്യവും സൗകുമാര്യവും തിരിച്ചറിയാൻ സാധ്യമാകുന്ന നിലക്കുള്ള ഫലപ്രദമായ യാത്രകൾ നടത്താൻ അതിനുള്ള പ്ലാനിങ്ങൾ നടത്തുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ കൃത്യമായ പരിധികൾ വെക്കുക. ആ വിഷയത്തിൽ കൃത്യമായ ഒബ്സർവേഷൻ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കാലം നമുക്ക് സമ്പൂർണമായി സുരക്ഷിതമാക്കാം, സന്തോഷപൂർണമാക്കാം. അല്ലെങ്കിൽ തിന്മകളുടെ നഷ്ടത്തിന്റെ കണക്ക് പുസ്തകത്തിലേക്ക് വരവ് വെക്കപ്പെടുന്ന അപകടകരമായ നാളുകളായി ഇത് മാറാനും സാധ്യതയേറെയുണ്ട്. അള്ളാഹു നമ്മെയും നമ്മുടെ സന്തതികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നah وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.